ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രെയിൻ ലോജിക്സ്. മാർക്കറ്റിൽ ഇന്നലെ നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് കിട്ടി, ഡൗൺ സൈഡ് മൊമെൻറ്റവും കിട്ടി. ഫസ്റ്റ് ഹാഫിൽ നമുക്കൊരു ഹ്യൂജ് ആയിട്ടുള്ള ഡൗൺ സൈഡ് മൊമെൻറ്റം കിട്ടി. ശേഷം ഇൻവെസ്റ്റേഴ്സിന് എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ആ ലെവൽസെല്ലാം ബ്രീച്ച് ചെയ്തപ്പോൾ നമുക്ക് ഹെവി ആയിട്ടുള്ള നല്ല സ്റ്റോക്കുകൾ ഡിസ്കൗണ്ടിൽ കിട്ടി. അപ്പോൾ നമുക്ക് ലോങ് ടൈമിലത്തേക്ക് വേണ്ടിയിട്ട് നമുക്കത് ഹോൾഡ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് നല്ലൊരു വോളറ്റൈൽ മാർക്കറ്റ് തന്നെയായിരുന്നു. ഇന്ത്യ വിക്സിൻ്റെ കാര്യം നോക്കുമ്പോഴേക്കും ഇന്ത്യ വിക്സ് റൈസ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ മാർക്കറ്റിലൊരു സെർട്ടനിറ്റിനെ ക്ലോസായി അൺസെർട്ടനിറ്റിയിലോട്ട് മാർക്കറ്റ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഇന്ത്യ വിക്സ് അപ്സൈഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഫോൾ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ നമുക്കൊരു ബുള്ളിഷ് പാറ്റേൺ തന്നിട്ടുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ ലെവൽസ് എല്ലാം ബ്രീച്ചായി ഒരു നെഗറ്റീവ് ക്യാൻഡിലിൽ ക്ലോസ് ആയിട്ടുണ്ട്. 20 EMA താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. വീണ്ടും അവിടെ നിന്ന് റീടെസ്റ്റ് എടുത്ത് വീണ്ടും താഴോട്ട് പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഇത് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് കരുതിയാൽ മതി. നെഗറ്റീവ് ന്യൂസായിട്ടൊന്നും മാർക്കറ്റിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഡൗ ജോൺസിൻ്റെ കാര്യം നോക്കുമ്പോഴേക്കും നമ്മൾ ഇന്നലെ വരച്ച ബോക്സ് പാറ്റേൺ എക്സാക്ട് ചെയ്ത് ക്രോസ് ചെയ്ത് നല്ലൊരു ക്യാൻഡിലിൽ അത് മുകളിൽ ക്ലോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്സൈഡ് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിനെയും അപ്സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയിട്ട് ചെറുതായിട്ടൊരു 10 EMA ഒരു ചെറിയ റിജക്ഷനിലോട്ട് വന്ന് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിഫ്റ്റിയുടെ കാര്യം അനുസരിച്ച് നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. പക്ഷേ ബാങ്ക് നിഫ്റ്റി നല്ല ഒരു നെഗറ്റീവ്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്ത ലെവലുകൾ നമുക്കൊന്ന് നോക്കി അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ടോട്ടലായിട്ട് നമുക്കൊരു പോസിറ്റീവ്നെസ്സിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ആയിരിക്കുന്നത്. മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹാൻസാങ് ഏകദേശം 1.5% അപ്പിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡൗ ജോൺസ് ഇന്നലെ ഏകദേശം 1% മുകളിൽ ക്ലോസ് ആകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ US ബോണ്ട് ഡീല് പോസിറ്റീവാണ്. ഇത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ പോസിറ്റീവായിട്ട് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവായിട്ട് ട്രേഡ് നടന്നാലും ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവായിട്ട് ബാധിക്കാനാണ് ചാൻസ് കൂടുതൽ. 1% അടുപ്പിച്ച് പോസിറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നെഗറ്റീവ്നെസ് ഉണ്ട്, നമ്മുടെ മാർക്കറ്റിൽ നെഗറ്റീവ്നെസ് ഉണ്ട്. അതൊന്നും മനസ്സിൽ വെച്ചിരിക്കുക. നമുക്ക് എക്കണോമിക് കലണ്ടറിലോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ചൈനയുടെ ഇൻഫ്ലേഷൻ റേറ്റ് രാവിലെ തന്നെയുണ്ട്, അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ ഒരു റെഡ് ലേബലിൽ അത് നമുക്കത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് ഡൗവിൽ നമുക്ക് ബാധിക്കാൻ ചാൻസ് ഉള്ളതാണ്. കണ്ടോ, ഫെഡ് ചെയർ പവലിൻ്റെ ടെസ്റ്റിമോണി ഉണ്ട്. അപ്പോൾ ഈ സംഭവം ഈ പോപ്പപ്പ് ആയിരിക്കുന്ന ഈ ഒരു കളറിൽ ഈ ബ്ലാക്കിഷ് ആയിട്ട് ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്നതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓയിൽ സ്റ്റോക്കിനെ കുറിച്ചൊക്കെ നല്ല ഗ്യാസലിനും ഓയിൽ സ്റ്റോക്കിനെ കുറിച്ചൊക്കെ ഉള്ള നല്ല ഇൻഫർമേഷൻസും അവരുടെ പ്രൈസിൻ്റെ ഡിഡക്ഷനും റിജക്ഷനും അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഭാവിയിലുള്ള പ്രൈസ് എങ്ങനെ അവർ നിശ്ചയിക്കും എന്നുള്ള കാര്യവും കൂടുതൽ ഗ്രോത്ത് മാർക്കറ്റിൽ എങ്ങനെ കൊണ്ടുവരിക എന്നുള്ള ഓയിലിൻ്റെ ഗ്രോത്ത് കൂട്ടാനുള്ള കാര്യങ്ങളും എല്ലാവർക്കും അവർ ചർച്ച ചെയ്യുന്നത്. അതായിരിക്കും ഓയിൽ പ്രൈസുകൾ കൂടിയിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് നോക്കേണ്ടത്. ഓവർനിയർ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നവർ സൂക്ഷിച്ചോളാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, സീ നെക്സ്റ്റ് വീഡിയോ, ബൈ.